Hello everyone, welcome to Workie's English Learning. കഴിഞ്ഞ ഒരു വീഡിയോയിൽ സിമ്പിൾ പ്രസന്റ് ടെൻസ്, സിമ്പിൾ പാസ്റ്റ് ടെൻസ്, സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് ഈ മൂന്ന് ടെൻസസിനെ കുറിച്ച് പഠിച്ചിരുന്നു. ഈ ഒരു വീഡിയോയിൽ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്, പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ്, ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് ഈ മൂന്ന് നമുക്ക് നോക്കാം. കണ്ടിന്യൂസ് ടെൻസസിനെ പ്രോഗ്രസീവ് ടെൻസസ് എന്നും പറയും. ഫസ്റ്റ് വൺ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്. ഇതിന് ഒരു സ്ട്രക്ചർ ഉണ്ട്, അതും നമുക്ക് എങ്ങനെയാണെന്നുള്ളത് ഈ വീഡിയോയിൽ നോക്കാം. സോ ഫസ്റ്റ് വൺ present continuous tense. Present continuous tense എന്ന് പറയുമ്പോൾ അതിൻ്റെ സ്ട്രക്ചർ ഇതാണ്. സബ്ജക്റ്റ് പ്ലസ് ഈസ് ഓർ ആം ഓർ ആർ പ്ലസ് വേർബ് പ്ലസ് ING. ഈ ഒരു സ്ട്രക്ചറിലാണ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് നമ്മൾ പറയുക അല്ലെങ്കിൽ എഴുതുന്നത്. ഇപ്പൊ നോക്കാം, നമ്മളിപ്പോൾ ഒരു ഐ എം റൈറ്റിംഗ് എ ലെറ്റർ എന്നുള്ളത് വെച്ചാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. ആ ഒരു എക്സാമ്പിൾ വെച്ച് നമുക്ക് എല്ലാം നോക്കാം. ഐ ആം റൈറ്റിംഗ് എ ലെറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ ഒരു ലെറ്റർ എഴുതുന്നു. ഐ ആം റൈറ്റിംഗ് എ ലെറ്റർ നൗ. ഇപ്പോൾ എന്ന് പറയുമ്പോൾ ഐ ആം റൈറ്റിംഗ് എ ലെറ്റർ നൗ. അതിന്റെ മീനിങ് എന്താണ്? ഞാൻ ഒരു ലെറ്റർ ഇപ്പോൾ എഴുതുന്നു എന്നാണ്. അപ്പോൾ ഇവിടെ സബ്ജക്റ്റ് എന്താണ്? ഐ. ഐയുടെ കൂടെ ഈസും ആറും ഉപയോഗിക്കില്ല. ഐയുടെ കൂടെ എപ്പോഴും ആം എന്നുള്ളതാണ് പ്രസന്റിൽ ഉപയോഗിക്കുള്ളൂ. പാസ്റ്റ് ആവുമ്പോൾ എന്താവും? അത് വാസ് ആവും. ഓക്കെ, അപ്പോൾ ഐ ആം, പിന്നെ വേർബ് പ്ലസ് ING എന്ന് പറയുമ്പോൾ റൈറ്റ് എന്നുള്ള വേർബിന്റെ കൂടെ ING, റൈറ്റിംഗ്. റൈറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് V4 വരുന്നതാണ്. കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ ഓർത്തോ, എപ്പോഴും V4 വരും, വേർബ് പ്ലസ് ING. അപ്പോൾ ഇവിടെ ഐ ആം റൈറ്റിംഗ് എ ലെറ്റർ, അതിവിടെ ഒബ്ജക്റ്റ് ആണ് കേട്ടോ, പ്ലസ് ഒബ്ജക്റ്റ്. ഓക്കെ, ഇനി വേറൊരു എക്സാമ്പിൾ പറയാം. ഒരു ഷീ അല്ലെങ്കിൽ ഹി എന്നാണെങ്കിൽ എങ്ങനെ വരും? ഷീ ഈസ് റൈറ്റിംഗ് എ ലെറ്റർ നൗ. ഇനി ആർ എവിടെയൊക്കെ ഉപയോഗിക്കുക? യു വി ദേ. ഐയുടെ കൂടെ ഉപയോഗിക്കില്ല, യു വി ദേയുടെ കൂടെയാണ് ഉപയോഗിക്കുക. ദേ ആർ റൈറ്റിംഗ് എ ലെറ്റർ, വി ആർ റൈറ്റിംഗ് എ ലെറ്റർ, യു ആർ റൈറ്റിംഗ് എ ലെറ്റർ. ഓക്കെ, അപ്പോൾ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ ഇങ്ങനെയാണ് വരുന്നത്. ഇനി അടുത്തത് നമുക്ക് നോക്കാം. ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കാൻ, ടെമ്പററി ആക്ഷൻസ് പറയാനായിട്ട്. ടെമ്പററി ആക്ഷൻസ്, ടെമ്പററി ആക്ഷൻസ് പറയാനായിട്ട് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യും. അതായത് ഇപ്പോൾ നമുക്ക് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതായത് ഈ ആഴ്ച ഫുൾ നമ്മൾ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാണ് എന്നാണെങ്കിൽ എങ്ങനെ പറയും? ഐ ആം പ്രിപ്പയറിംഗ് ഫോർ എൻ എക്സാം ദിസ് വീക്ക്. അതൊരു ടെമ്പററി ആക്ഷൻ ആണ്. ഈ ആഴ്ച മുഴുവനും ആ ഒരു കാര്യം നമ്മൾ ചെയ്യുന്നുണ്ട്, ഇപ്പോഴും നടക്കുന്നുണ്ട്, ഈ ഒരു ആഴ്ചത്തേക്ക് ഫുൾ ആയിട്ട് നടക്കുന്നുണ്ട്. അത് പറയാനായിട്ടും പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് നമ്മൾക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഒരു ടെമ്പററി ആക്ഷൻ പറയാനായിട്ടും പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യാം. അടുത്തത് സെക്കൻഡ് വൺ ഇസ് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിനും ഇതേപോലെ തന്നെ ഒരു സ്ട്രക്ചർ ഉണ്ട്. സബ്ജക്റ്റ് പ്ലസ് വാസ് ഓർ വേർ പ്ലസ് V4, അതായത് ഈ പറയുന്ന വേർബ് പ്ലസ് ING പ്ലസ് ഒബ്ജക്റ്റ്. നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെ എടുക്കാം. ഐ വാസ് റൈറ്റിംഗ് എ ലെറ്റർ. ഓക്കെ, അതായത് ഞാൻ ഒരു ലെറ്റർ എഴുതുകയായിരുന്നു എന്നാണ് അതിന്റെ മീനിങ്. ഓക്കെ, അല്ലെങ്കിൽ ഇപ്പോൾ വേറെ നമ്മൾ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയില്ലേ, അതിനാണ് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യുന്നത്. പാസ്റ്റ് എന്നുള്ളത് മനസ്സിലാവാനായിട്ട് വാസ് അല്ലെങ്കിൽ വേർ ഉപയോഗിക്കാം, കണ്ടിന്യൂസ് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് വേർബ് പ്ലസ് ING, അത്രേ ഉള്ളൂ. അപ്പോൾ ഒരു കാര്യം ഓർക്കാം, ഈ പറയുന്നത് ഈസ് ആം ആർ എന്നുള്ളത് പ്രസന്റ് ടെൻസ് ആണ്. പാസ്റ്റിലേക്ക് ആക്കുമ്പോൾ ഇത് മൂന്നും മാറ്റണം. ഇസിനെ നമുക്ക് വാസ് ആക്കണം, ആം ആണെങ്കിലും വാസ് ആക്കണം, ആർ ആണെങ്കിൽ വേർ ആക്കണം. ഇത് ശ്രദ്ധിക്കാം. അടുത്തത് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ്. ഇതിനും ഈ പറഞ്ഞ പോലെ ഒരു സ്ട്രക്ചർ ഉണ്ട്. സബ്ജക്റ്റ് പ്ലസ് വിൽ ബി, ഇതാണ് ഉപയോഗിക്കേണ്ടത്. വിൽ ബി പ്ലസ് V4 പ്ലസ് ഒബ്ജക്റ്റ്. അടുത്ത ആഴ്ച ഞാൻ ഒരു ലെറ്റർ എഴുതിക്കൊണ്ടിരിക്കുകയായിരിക്കും എന്നെങ്ങനെ പറയും? ഐ വിൽ ബി റൈറ്റിംഗ് എ ലെറ്റർ
നെക്സ്റ്റ് വീക്ക്. അതായത് ഫ്യൂച്ചറിലെ ഒരു കാര്യം പറയുന്നതിനായിട്ട്, ഫ്യൂച്ചറിൽ ഇങ്ങനെ ഒരു കാര്യം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും എന്ന് പറയാനായിട്ടാണ് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത്. ഇത്രയേ ഉള്ളൂ. ഐ വിൽ ബി റൈറ്റിംഗ് എ ലെറ്റർ നെക്സ്റ്റ് വീക്ക്. കണ്ടോ? ഈ ഒരു ഫോർമുല തന്നെ അല്ലെങ്കിൽ ഈ ഒരു സ്ട്രക്ചർ അപ്ലൈ ചെയ്ത് തന്നെ നമുക്ക് സെന്റൻസ് കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിൾ ആണ്. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിന് ഈ ഒരു ഫോർമാറ്റ് അപ്ലൈ ചെയ്യണം, പാസ്റ്റ് കണ്ടിന്യൂസിന് ഇതും, ഫ്യൂച്ചർ കണ്ടിന്യൂസിന് ഇതും. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.